ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ ഒരു പുതിയ കുളം പണിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് ഇങ്ങനെ കിളന്ന് കിടക്കുന്ന കാരണേ ഇത്രയും ഹൈറ്റിലൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെ ചെയ്തതിന് ശേഷം വേറൊരു അബദ്ധം നമുക്ക് പറ്റി. ഈ കുളത്തിൻ്റെ അകത്ത് മൊത്തം മാക്രി, തവള ഇതുപോലെ ഇറങ്ങിയിട്ട് പെറ്റ് വരികയും മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തായിപ്പോയി. അത് ഇന്ന് നീക്കം ചെയ്യുകയാണ് നമ്മുടെ പരിപാടി. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉള്ളിൽ നിന്നൊരു ഓസ് താഴത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഓസിൽ നിന്ന് വെള്ളം ഔട്ടായി പോകുന്നുണ്ട്. കുറച്ച് ഏതായാലും വെള്ളം പറ്റിക്കല്ലേ, കുറച്ച് തീറ്റി കൊടുത്ത് നോക്കാം. നമ്മൾ ഈ തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 mm തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിട്ട് കൊടുക്കുമ്പോൾ കാണാം എല്ലാവരും കൂടെ വന്ന് തട്ടിപ്പറിക്കോട്ട് പോകുന്നത് കാണാം കേട്ടോ. നമ്മൾ കുളത്തിലെ വെള്ളം പറ്റിക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. കുളം മേളിലും വെള്ളം താഴത്തെ തുണ്ടിലുമായിട്ടാണ് പോകുന്നത്. ഈ ഒരു ഇടിയുടെ മുകളിലാണ് പിന്നെ കുളമുള്ളത്. കാണുന്നില്ലേ, പച്ചനെറ്റിൻ്റെ ഇടയിൽ കൂടെ, വാഴയുടെ ഇടയിൽ കൂടെ. അപ്പം അതിന് താഴേക്ക് നമ്മളൊരു ഓസ്, അതിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നൊരു ഓസാണ് ഈ കിടക്കുന്നത്. ഇങ്ങനെ കിടപ്പുണ്ട്, കണ്ടുണ്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ഓസിൽ കൂടെ വെള്ളം അതിലേക്ക് കയറ്റാനും പറ്റും. അതിൽ നിന്ന് ആ ഓസിൽ കൂടി തന്നെ തിരിച്ചിറക്കാനും പറ്റും. ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ഈ കാണുന്ന വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളം നേരെ ഓസിൽ കൂടെ അങ്ങ് കുളത്തിലേക്ക് വരും. ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ വാൽവ് മാത്രം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മേളിലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് കിടപ്പുണ്ടല്ലേ, വെള്ളം ഈ ഓൾറെഡി നമ്മൾ കയറ്റിയ വെള്ളം ഈ ഓസിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ട് വെള്ളം താഴേക്ക് ഒഴുകുകയും അതിൻ്റെ ഫലമായിട്ട് വെള്ളം ഇങ്ങനെ ഡ്രെയിനായി പോവുകയും ചെയ്യും. കണ്ടോ, ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. നമ്മുടെ ഈ മഴക്കാലം ആയതുകൊണ്ടേ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, കിണറ്റിലെ വെള്ളം ഇങ്ങ് മേളിൽ വന്നു. നമുക്ക് ജസ്റ്റ് ഈ പിന്നെ ഒരു കമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുത്താൻ പറ്റും. അത്രത്തോളം മേളിൽ വന്നു. നല്ല ആഴമുള്ള കിണറാണ്. ആ വെള്ളം ഇങ്ങ് മേളിൽ കയറി വന്നു. എന്നാണ് ഞാനത്ര ശ്രദ്ധിക്കുന്നത് കേട്ടോ. നല്ല മഴയല്ലേ, ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. രാത്രിയിലൊക്കെ ആയിട്ട് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളം ഇങ്ങനെ ഇവിടെ ട്രെയിനായി നമ്മുടെ പറമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറ്റിച്ചതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, കുളത്തിലെ വെള്ളം പറ്റാൻ ഒരു ശകലം സമയം എടുക്കും കേട്ടോ. ഒരു മണിക്കൂറോളം എടുക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ നെറ്റുകളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിലേക്ക് ഒന്ന് സെറ്റാക്കി വയ്ക്കാം. മഴ കുറഞ്ഞ് നിൽക്കുകയാണ്. നല്ല കുരയപ്പുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കുളത്തിൻ്റെ അടിവശം കണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത്രയും വെള്ളമേ പോകത്തുള്ളൂ. ഇനിയുള്ള വെള്ളം നമ്മൾ മീനെ പിടിച്ച് മാറ്റിയതിന് ശേഷം ക്ലീൻ ആക്കി എടുക്കണം. കണ്ടോ, അതിൻ്റെ അകത്ത് മാക്രി കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ. കണ്ടോ, എൻ്റെ ഈ കുഞ്ഞ് കറുത്ത് കാണുന്ന എല്ലാം മാക്രി കുഞ്ഞുങ്ങളാണ്. ഒരുപാടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്ലീനാക്കാൻ പോവുകയാണ്. കുളത്തിലേക്ക് ഇറങ്ങുക. ഒരു സിലോപ്പിയാണിത്. അവനിങ്ങനെ വെള്ളമില്ലാത്തടത്ത് പെട്ടുപോയി. അപ്പോൾ അവനെ ഇനി നമ്മൾ ഇതിലേക്ക് കോരിയിട്ട് നല്ല വെള്ളത്തിലേക്ക് ഇടുവാണ് കേട്ടോ. നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു അവനെ. അങ്ങനെ ഈ കാണുന്ന ഇവന്മാരെ എല്ലാം നമുക്ക് പിടിക്കണം. ഞാൻ പറഞ്ഞ മാക്രി കുഞ്ഞുങ്ങൾ കണ്ടോ. മാക്രി കുഞ്ഞുങ്ങളെ മൊത്തം പിടിച്ച് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന 1.5 മണിക്കൂറും കൊണ്ട് വെള്ളം പറ്റിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നും ഔട്ടും. ഈ വെള്ളം തന്നെ, ഈ പൈപ്പിൽ കൂടെ തന്നെയാണ് ഇന്നും ഔട്ടും പോകുന്നത്. കുറച്ചുകൂടെ വെള്ളം പോയതിനെ, കാരണം ഈ മീനുകളെ കയറി ഇവിടെ ബ്ലോക്കാക്കും. ഇവിടെ ബ്ലോക്കാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ വാള നല്ല നെയ് മുറ്റുന്നൊരു മീനാണ്. നല്ല ദശയുള്ളൊരു മീനാണ്.
അപ്പം ഇവനെ ഒരെണ്ണത്തിനെ നമ്മളിപ്പം ഈ ചെറുവെള്ളത്തിൽ നിന്ന് പിടിച്ചു. ഇനിയിപ്പോൾ നമ്മളെ ഇവനെ ബക്കറ്റിലേക്ക് ഇട്ടു. ഉണ്ടോ, ഈ വെള്ളം നമ്മൾ മാറ്റും കേട്ടോ. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ വാള. ഇത് ചെറുതാണേ, ഇത് ചെറിയൊരു ഒരെണ്ണമാണ്. അപ്പം ഇതിനെ ലാസ്റ്റ് ഞാൻ പിടിച്ചതാണ്. ഏറ്റവും ലാസ്റ്റിൽ ഇവന് ചാടിയത്. ആ മണ്ണിൻ്റെ അകത്ത് കിടന്ന് ചാടിയിട്ട് അവൻ്റെ വയറൊക്കെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ പിടിച്ച് ഇനി നമ്മുടെ ബക്കറ്റിലേക്ക് ഇടാം. പാടാ അവിടെ അപ്പോൾ അതാണ്ടേ നമ്മുടെ കുളം മൊത്തം പറ്റിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള നമ്മുടെ നല്ല മീനുകളെ മൊത്തം പിടിച്ചിട്ടുണ്ട്. ആക്രി കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇനി കുറച്ച് സോപ്പ് വെള്ളം കലക്കാം എന്ന് വിചാരിച്ചിരിക്കുക. അല്ലാതെ ഇതിനെ തുരത്താൻ വലിയ പാടാം. എല്ലാത്തിനെയും കൊന്നു കളഞ്ഞാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അത് പിന്നെയും ഇങ്ങോട്ട് കയറി വരും. ഇതാണ് നമ്മൾ പിടിച്ചത്. മൊത്തത്തിന് നമ്മൾ ബക്കറ്റിലെ വെള്ളം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ നല്ല വെള്ളത്തിലേക്ക് ഓരോന്നിനെ എഴുന്ന പിടിച്ചിടണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റേ മാക്രി കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ പറ്റൂ. ഇതെല്ലാം മിക്സായിട്ട് കിടക്കും. സ്കൂൾ വിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണി ഇതിനകത്ത് കാണുവാന്നേ. ഇത് നോക്ക് കുഞ്ഞുണ്ണി. മീനെ ശ്വാസം എടുക്കുക. അത് മൊത്തം മാക്രി കുഞ്ഞുങ്ങളായിരുന്നു കുഞ്ഞുണ്ണി. മൊത്തം മാക്രി കുഞ്ഞുങ്ങളായിരുന്നു ഇതിനകത്ത്. കണ്ടോ മാക്രി കുഞ്ഞുങ്ങളെ കണ്ടോ ഇവിടെ എല്ലാം ഇരിക്കുന്നത്. ഈ ബോൾ പോലെ ഇരിക്കുന്നത് കണ്ടോ. അതിനെല്ലാം പിന്നെ ക്ലീൻ ആക്കുമായിരുന്നു അപ്പച്ചി. മീൻ കുഞ്ഞുങ്ങളല്ല, എല്ലാം മാക്രി കുഞ്ഞുങ്ങളാണ്. മാക്രി കുഞ്ഞുങ്ങളല്ല, എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതാണ് റെഡ് സിലോപ്പി തന്നെയാണ് സാധനം. ഇതുണ്ടോ, ഇതിൻ്റെ റെഡ് ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതിനെ 2 എണ്ണത്തിനെ നമ്മൾ ഈ ഒരു കുളത്തിലിട്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ വന്ന കുറേ പേരെ വേറൊരു കുളത്തിൽ മാത്രമായിട്ട് മാറ്റിയിട്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിലോട്ട് കൊണ്ടുപോയി ഇടാം. ഈ കുളത്തിലാണ് നമ്മൾ മറ്റവരെല്ലാം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവനെയും കൊണ്ടുവന്ന് നമ്മൾ ആ കുളത്തിൽ ഇട്ടു. അപ്പം ചുവപ്പന്മാരെല്ലാം ഒന്നിച്ചായി. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ വെള്ളം പോകുന്നുണ്ടോ. ഇത്രയും കൂടെ വെള്ളമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ പോവുകയാണ്. നല്ല മഴ വരുന്നുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം കൊന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ മാക്രി കുഞ്ഞുങ്ങളെയും നമ്മൾ തട്ടി. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ പിള്ളേരെല്ലാം വെള്ളത്തിൽ ഇറങ്ങാൻ റെഡിയായിട്ടിരിക്കുകയാണ്. കേട്ടോ, എല്ലാവരും വെള്ളത്തിൽ കിടന്ന് കുഴപ്പി. നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ പറ്റിച്ചുകൊണ്ടിരുന്നപ്പോഴേ നമുക്ക് കുറേ മീൻ കുഞ്ഞുങ്ങളെ കിട്ടി. കണ്ടല്ലേ, കുഞ്ഞുങ്ങളെ തീരെ പൊടി കുഞ്ഞുങ്ങൾ. കുറച്ചൊക്കെ ചത്തുപോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് 4-5 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് മീൻ കുഞ്ഞുങ്ങളായാലും പ്രശ്നമാണ്. കാരണം ഇതിനൊന്നും വളർച്ച വയ്ക്കത്തില്ല. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊരു 8-8 നമ്മൾ പിടിച്ച് വറക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പം ഈ വെള്ളം ഒന്ന് പറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പറ്റിച്ചു. നല്ല വെള്ളം അങ്ങോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് ഇവനെ അങ്ങോട്ട് ഇടാം. ഇതുണ്ടോ, വമ്പം മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. വമ്പം മഴ. ആ അഴുക്കുവെള്ളത്തിൽ പിന്നെയും കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ചൂലിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് വേറെ വെള്ളം നിറയ്ക്കാം. നല്ല അടിപൊളി കാറ്റും മഴയാണ്. കണ്ടോ, ഭയങ്കര കാറ്റാണ്. കണ്ടോ, നമ്മുടെ ആ ഭാഗത്തൊക്കെയുള്ള മരങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടോ. ടാങ്കിൻ്റെ അകത്തോട്ട് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മഴ അല്പം കുറയുമായിരിക്കും. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളത്രയും കിളത്തി കെട്ടിയതാണ് നമുക്കൊരു പ്രശ്നമായത്. അതിൻ്റെ ആ ആസ്പെറ്റോസിൻ്റെ ആ ഓസ് വന്നിരിക്കുന്ന ഭാഗത്തുകൂടെ മാക്രി ഇറങ്ങുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ ഏകദേശം ഇത്രയും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്.
ഉണ്ടോ, ഏകദേശം ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. ഉമ്മാരെ ഉണ്ടല്ലോ, ഉമ്മാരെയാണ് നമ്മളങ്ങോട്ട് വെള്ളത്തിലോട്ട് ചാടിക്കാൻ പോവാം. എല്ലാവരും അപ്പോൾ അതിൻ്റെ അതുണ്ട്. ഇവിടെ കുളം ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഈ മാക്രി കുഞ്ഞുങ്ങളെല്ലാം കൂടെ കയറിയിട്ടേ ആകപ്പാടെ നാശമാക്കി. അതാണ് സംഭവിച്ചത്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4500 ലിറ്റർ വെള്ളമെങ്കിലും ഇതിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുത്തു ഇതൊന്ന് ഫുൾ പറ്റിക്കാൻ. എല്ലാവരും അതിൻ്റെ ചാടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഇനിയും കുറച്ച് പണി നമുക്കിവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഈ സൈഡിലെ വലകളും ഒക്കെ ഒന്ന് മാറണേ. ആകെ ഈ മഴ കാരണം നമുക്ക് ഒന്നിനും ഒരു സമയം കിട്ടിയിട്ടില്ല. അതനുസരിച്ച് നമ്മൾ ഇനി അടുത്തത് ചെയ്യണം. ഇന്ന് തന്നെ ഈ വലയൊക്കെ ഒന്ന് സെറ്റാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാക്രി എല്ലാം കൂടെ കയറും. അതിനുശേഷം ഈ അകത്ത് കിടക്കുന്ന പൊടിയും എല്ലാം ഒന്ന് പറക്കി സെറ്റാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ കുളം അടിപൊളിയാവും. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ വീഡിയോ കാണണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. അപ്പം എല്ലാവർക്കും ബായ്.